ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഉൾപ്പെടുത്തുന്നത്. കറണ്ട് അഫെയർ സെക്ഷനിൽ ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഈ ടോപ്പിക്കാണ് 2024 പ്രധാനപ്പെട്ട വ്യക്തികളുടെ വിയോഗങ്ങളും അവരുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളും. പല എപ്പിസോഡ്സ് ആയിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ ചെയ്യുക. കേരള PSC, SSC, കാസ്, UPSC എക്സാംസിൽ വളരെ ഇമ്പോർട്ടൻറ്റും ചോദ്യങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ കൂടിയാണിത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് സക്കീർ ഹുസൈനെ പറ്റിയിട്ട് മനസ്സിലാക്കാം. ഇതാണ് സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് സക്കീർ ഹുസൈൻ അല്ലാ റഖ ഖുറേഷി എന്നാണ്. അപ്പം എന്താണ് സക്കീർ ഹുസൈൻ അല്ലാ റഖ ഖുറേഷി എന്നാണ് സക്കീർ ഹുസൈൻ്റെ ശരിക്കുള്ള പേര്. അപ്പോൾ ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നും അറിയപ്പെടുന്നുണ്ട്. എന്താണ് ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നും ആരെ അറിയപ്പെടുന്നുണ്ട്? സക്കീർ ഹുസൈനെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജനനം എവിടെയാണെന്ന് അറിയാമോ? മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ്. മഹാരാഷ്ട്രയിലെ മുംബൈയിൽ 1951 മാർച്ച് 9 സക്കീർ ഹുസൈൻ ജനിക്കുന്നത്. എവിടെയാണ്? മഹാരാഷ്ട്രയിലെ മുംബൈയിൽ മാർച്ച് 9, 1951 മാർച്ച് 9 സക്കീർ ഹുസൈൻ ജനിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം മരിക്കുന്നത് എന്നാണെന്ന് അറിയാമോ? ഇദ്ദേഹത്തിൻ്റെ 73-ാമത്തെ വയസ്സിൽ ഡിസംബർ 15, 2024 ഓക്കെ. ഇപ്പം ഡിസംബർ 15, 2024 ഇദ്ദേഹത്തിൻ്റെ 73-ാമത്തെ വയസ്സിൽ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം മരിക്കുന്നത്. എവിടെയാണ്? അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ. അപ്പോൾ ഇദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ ഒരു അസുഖത്തെ തുടർന്നാണ് ഇദ്ദേഹം മരിക്കുന്നത്. ആ അസുഖത്തിൻ്റെ പേരെന്താണെന്ന് അറിയോ? ഇഡിയോപ്പതിക് പൾമണറി ഫൈബ്രോസിസ്. എന്താണ്? ഇഡിയോപ്പതിക് പൾമണറി ഫൈബ്രോസിസ് എന്ന ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് സക്കീർ ഹുസൈൻ എന്ന് മരിക്കുന്നത്. 2024 ഡിസംബർ 15 73-ാമത്തെ വയസ്സിൽ മരിക്കുന്നത്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? സക്കീർ ഹുസൈൻ്റെ ശരിക്കുള്ള പേരെന്താണ്? സക്കീർ ഹുസൈൻ അല്ലാ റഖ ഖുറേഷി. അപ്പോൾ ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജനനം മഹാരാഷ്ട്രയിലെ മുംബൈയിൽ മാർച്ച് 9, 1951 മരണം എവിടെ വെച്ചായിരുന്നു? അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് 2024 ഡിസംബർ 15 ഇഡിയോപ്പതിക് പൾമണറി ഫൈബ്രോസിസ് എന്ന ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് മരിക്കുന്നത്. സോ നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് നോക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രസ്താവന രൂപത്തിൽ ചോദിക്കാറുണ്ടല്ലോ. സോ അവിടെ നിന്നൊക്കെ നമുക്ക് എന്താണ് ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പ്രശസ്ത സംഗീതജ്ഞനായ അല്ലാ റഖയായിരുന്നു സക്കീർ ഹുസൈൻ്റെ പിതാവ്. ആരാണ്? പ്രശസ്ത സംഗീതജ്ഞനായ അല്ലാ റഖയാണ് ആരുടെ പിതാവ്? സക്കീർ ഹുസൈൻ്റെ പിതാവ്. അപ്പോൾ മാതാവ് ആരാണ്? ബാവി ബീഗമാണ് സക്കീർ ഹുസൈൻ്റെ മാതാവ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷനിലേക്ക് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ആര് തന്നെയായിരുന്നു? മാതാവായ ബാവി ബീഗം തന്നെയായിരുന്നു. ഓക്കെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വൈഫ് ആരാണ്? ആൻറ്റോണിയ മിനക്കോള. അപ്പോൾ എന്താണ്? ആൻറ്റോണിയ മിനക്കോളയാണ് ഇദ്ദേഹത്തിൻ്റെ വൈഫ്. അപ്പം ഈ ആൻറ്റോണിയ മിനക്കോള എന്ന് പറയുന്ന ഒരു കഥക് നർത്തകിയാണ്, ഒരു അധ്യാപികയാണ്, അതുപോലെ ഇദ്ദേഹത്തിൻ്റെ മാനേജർ കൂടിയായിരുന്നു. ഓക്കെ. ഇദ്ദേഹത്തിൻ്റെ മാനേജർ കൂടിയായിരുന്ന ആൻറ്റോണിയ മിനക്കോള കഥക് നർത്തകിയും അധ്യാപികയുമായിരുന്നു. അപ്പോൾ ഇവരുടെ പ്രണയവിവാഹം കൂടിയായിരുന്നു. ഓക്കെ. അപ്പോൾ എന്താണ് സക്കീർ ഹുസൈൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? അല്ലാ റഖ. ഇദ്ദേഹം പ്രശസ്തനായിട്ടുള്ളൊരു സംഗീതജ്ഞനാണ്. കൂടാതെ മാതാവ് ബാവി ബീഗമാണ്. വൈഫ് ആൻറ്റോണിയ മിനക്കോളയായിരുന്നു. ഓക്കെ. സക്കീർ ഹുസൈനെ ശരിക്കും അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇന്ത്യയിലെ പ്രശസ്തനായ തബല വിദ്വാൻ എന്നാണ് അല്ലേ. അപ്പോൾ ഇന്ത്യയിലെ പ്രശസ്തനായ തബല വിദ്വാൻ എന്നാണ് സക്കീർ ഹുസൈനെ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ തബലയുടെ പൂർവികന്മാരായിട്ടുള്ള ധോല്, ധോലക്ക്, ഖോ, ദുഗ്ഗി, നാൽ എന്ന അതിമനോഹരമായി ഇവയൊക്കെ എന്ത് ചെയ്യും? അതിമനോഹരമായിട്ട് ആര് വായിക്കുമായിരുന്നു? നമ്മുടെ സക്കീർ ഹുസൈൻ വായിക്കുമായിരുന്നു. അപ്പോൾ എന്താണ് തബലയുടെ പൂർവികന്മാരെന്ന് അറിയപ്പെടുന്ന ധോല്, ധോലക്ക്, ഖോ, ദുഗ്ഗി, നാല് എന്ന് പറയുന്ന മറ്റു ഉപകരണങ്ങളൊക്കെ ആര് വായിക്കുമായിരുന്നു മനോഹരമായിട്ട്? സക്കീർ ഹുസൈൻ വായിക്കുമായിരുന്നു. മാത്രവുമല്ല ചലച്ചിത്രങ്ങൾക്ക് ശബ്ദരേഖകളും മറ്റ് കലാകാരന്മാരുമായി ചേർന്ന് സംഗീത സംയോജനങ്ങളും ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. എന്നാണ് ചലച്ചിത്രങ്ങൾക്കൊക്കെ എന്ത് കൊടുത്തിട്ടുണ്ട്? ശബ്ദരേഖകളും അതുപോലെ മറ്റ് കലാകാരന്മാരുമായി ചേർന്ന് സംഗീത സംയോജനങ്ങളൊക്കെ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെ ആഗോള പ്രേക്ഷകരിലേക്ക് കൊണ്ടുവന്നതാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെ ആഗോള പ്രേക്ഷകരിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തി കൂടിയാണ് സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഇന്ത്യയിലെ പ്രശസ്തനായിട്ടുള്ള ഒരു തബല വിദ്വാനാണ് സക്കീർ ഹുസൈൻ. തബലയുടെ പൂർവികന്മാരായ ധോല്, ധോലക്ക്, ഖോ, ദുഗ്ഗി, നാൽ എന്നിവയൊക്കെ അതിമനോഹരമായിട്ട് സക്കീർ ഹുസൈൻ വായിക്കുമായിരുന്നു. കൂടാതെ ചലച്ചിത്രങ്ങൾക്ക് ശബ്ദരേഖകളും മറ്റ് കലാകാരന്മാരുമായി ചേർന്ന് സംഗീത സംയോജനങ്ങളും ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെ ആഗോള പ്രേക്ഷകരിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിത്വമായിരുന്നു സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ 1987 ഇദ്ദേഹത്തിൻ്റെ ഒരു സോളോ ആൽബം എന്ത് ചെയ്തു, ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു സോളോ ആൽബം ആഗോള ഖ്യാതി നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1987 ഇദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തിറങ്ങിയ ഒരു ആൽബമാണ് സോളോ ആൽബം. അപ്പോൾ ഇതെന്ത് ചെയ്തു, ആഗോള ഖ്യാതി നേടിയിരുന്നു. കൂടാതെ തൊട്ടടുത്ത വർഷം 1988 ഇദ്ദേഹത്തിന് എന്ത് ലഭിച്ചു, പത്മശ്രീ ലഭിക്കുകയും ചെയ്തു. ഓക്കെ, 1988 ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു. അതുപോലെ 1990 എന്താ സംഭവിച്ചത്, ഇന്ത്യൻ സർക്കാരിൻ്റെ സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി. എന്താണ് 1990 സക്കീർ ഹുസൈന് ഇന്ത്യൻ സർക്കാരിൻ്റെ സംഗീത നാടക അക്കാദമി അവാർഡും ലഭിച്ചു. അതുപോലെ 1999 ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ, ഇപ്പം എന്താണ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ എൻട്രി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മലയാള ചലച്ചിത്രമാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു മലയാള ചിത്രത്തിന് മാത്രമേ എന്താണ് ശബ്ദം കൊടുത്തിട്ടുള്ളൂ, സംഗീതം കൊടുത്തിട്ടുള്ളൂ. അത് വാനപ്രസ്ഥം എന്ന് പറഞ്ഞൊരു സിനിമയാണ്. സോ ഈ സിനിമ എന്താണ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ എൻട്രി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചിത്രം കൂടിയാണ്. അപ്പോൾ ഈ സമയത്ത് ഈ ഒരു ചിത്രത്തിന് ഹുസൈൻ സംഗീതം നൽകുകയും അവതരിപ്പിക്കുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്താണ് 1999 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ എൻട്രി തിരഞ്ഞെടുക്കപ്പെട്ട വാനപ്രസ്ഥം എന്ന മലയാള ചിത്രത്തിന് ഹുസൈൻ സംഗീതം നൽകുകയും അവതരിപ്പിക്കുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ 2002 ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് 1988 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ച കാര്യം പറഞ്ഞു. അതുപോലെ 2002 ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം 2016 വൈറ്റ് ഹൗസിൽ നടന്ന ഇന്റർനാഷണൽ ജാസ് ഡേ, ഇപ്പം എന്താണ് വൈറ്റ് ഹൗസിൽ നടന്ന ഇന്റർനാഷണൽ ജാസ് ഡേ 2016 ഓൾ സ്റ്റാർ ഗ്ലോബൽ കച്ചേരിയിലേക്ക്, എന്താണ് ഓൾ സ്റ്റാർ ഗ്ലോബൽ കച്ചേരിയിലേക്ക് പ്രസിഡന്റ് ഒബാമ ക്ഷണിച്ച നിരവധി സംഗീതജ്ഞരിൽ ഒരാളായിരുന്നു ഹുസൈൻ. ഇപ്പം എന്താണ് 2016 വൈറ്റ് ഹൗസിൽ വെച്ച് നടന്ന ഒരു ഫംഗ്ഷൻ ആയിരുന്നു എന്ത്, ഇന്റർനാഷണൽ ജാസ് ഡേ 2016 ഓൾ സ്റ്റാർ ഗ്ലോബൽ കച്ചേരി നടത്തിയിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്രസിഡന്റ് ഒബാമ ക്ഷണിച്ച നിരവധി സംഗീതജ്ഞരിൽ ഒരാളായിരുന്നു ഹുസൈൻ എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ അവാർഡ്സുകളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് നോക്കിയിരിക്കണം. 1987 ഇദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തിറങ്ങിയ ഒരു ആൽബമാണ് സോളോ ആൽബം. ദെൻ 1988 ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു. അതുപോലെ 1990 ഇന്ത്യൻ സർക്കാരിൻ്റെ സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് 1999 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ എൻട്രി തിരഞ്ഞെടുക്കപ്പെട്ട വാനപ്രസ്ഥം എന്ന മലയാള ചിത്രത്തിന് ഹുസൈൻ സംഗീതം നൽകുകയും അവതരിപ്പിക്കുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ 2002 ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചു. അതുപോലെ 2016 പ്രത്യേകത എന്താണ്, വൈറ്റ് ഹൗസിൽ നടന്ന ഇന്റർനാഷണൽ ജാസ് ഡേ 2016 ഓൾ സ്റ്റാർ ഗ്ലോബൽ കച്ചേരിയിലേക്ക് പ്രസിഡന്റ് ഒബാമ ക്ഷണിച്ച നിരവധി സംഗീതജ്ഞരിൽ ഒരാളായിരുന്നു ഹുസൈൻ. അതുപോലെ 2018 സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പായ രത്ന സദ്സ്യ ലഭിച്ചിട്ടുണ്ട്. എന്താണ് രത്ന സദ്സ്യ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2018 സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പായിട്ടുള്ള രത്ന സദ്സ്യ ആർക്ക് ലഭിച്ചിട്ടുണ്ട്, സക്കീർ ഹുസൈന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 2022 മെയ് മാസത്തിൽ, എന്താണ് 2022 മെയ് മാസത്തിൽ മുംബൈ യൂണിവേഴ്സിറ്റി സംഗീത മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ്സ് ഓഫ് ലോ ബിരുദം നൽകി. ഇപ്പം എന്താണ് 2022 മെയ് മാസത്തിൽ മുംബൈ യൂണിവേഴ്സിറ്റി സംഗീത മേഖലയ്ക്ക് നൽകിയ സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ സക്കീർ ഹുസൈൻ എന്താണ് നൽകിയത്, ഓണററി ഡോക്ടറേറ്റ്സ് ഓഫ് ലോ എന്ന ബിരുദം നൽകുകയുണ്ടായി. ദെൻ 2024 ഫെബ്രുവരി 4 എന്നാണ് 2024 ഫെബ്രുവരി 4 66ാമത്തെ വാർഷിക ഗ്രാമി അവാർഡ്സിൽ, എന്താണ് 66ാമത്തെ വാർഷിക ഗ്രാമി അവാർഡ്സിൽ ഒരേ ചടങ്ങിൽ 3 ഗ്രാമി അവാർഡ്സ് നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ സംഗീതജ്ഞൻ കൂടിയാണ് ആരെന്ന് പറയുന്നത്, സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് 2024 ഫെബ്രുവരി 4 66ാമത്തെ വാർഷിക ഗ്രാമി അവാർഡ്സിൽ ഒരേ ചടങ്ങിൽ 3 ഗ്രാമി അവാർഡ്സ് നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ സംഗീതജ്ഞൻ കൂടിയാണ് ആര്, സക്കീർ ഹുസൈൻ. അപ്പോൾ ഇദ്ദേഹത്തിന് 7 ഗ്രാമി അവാർഡ്സിൽ നോമിനേഷനും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇദ്ദേഹത്തിന് 7 ഗ്രാമി അവാർഡ്സിൽ നോമിനേഷനും ലഭിച്ചിട്ടുള്ള കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ എന്താണ് 2018 സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പായ രത്ന സാഡ്സ്യ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 2022 മെയ് മാസത്തിൽ മുംബൈ യൂണിവേഴ്സിറ്റി സംഗീത മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് സക്കീർ ഹുസൈന് ഓണററി ഡോക്ടറേറ്റ്സ് ഓഫ് ലോ എന്ന ബിരുദം നൽകിയിട്ടുണ്ട്. അതുപോലെ 2024 ഫെബ്രുവരി 4 66ാമത് വാർഷിക ഗ്രാമി അവാർഡ്സിൽ ഒരേ ചടങ്ങിൽ 3 ഗ്രാമി അവാർഡ്സ് നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ സംഗീതജ്ഞൻ കൂടിയാണ് സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ കൂടാതെ ഇദ്ദേഹത്തിന് 7 ഗ്രാമി അവാർഡ്സിൽ നോമിനേഷനും ലഭിച്ചിട്ടുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാറുള്ളത് ലഭിച്ച മറ്റു പദവികൾ. ഇനി ഏതൊക്കെ പദവികളാണ് അദ്ദേഹത്തിന് ഇത് കൂടാതെ ലഭിച്ചിട്ടുള്ളത് ഇതും കൂടെ നമുക്കൊന്ന് നോക്കിയിരിക്കാം. പരമ്പരാഗത കലാകാരന്മാർക്കും സംഗീതജ്ഞർക്കും നൽകുന്ന ഏറ്റവും ഉയർന്ന ഒരു അവാർഡാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്
സ്റ്റേറ്റ്സ് നാഷണൽ എൻഡോമെൻറ്റ് ഫോർ ദ ആർട്സിൻ്റെ നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്, പരമ്പരാഗത കലാകാരന്മാർക്കും സംഗീതജ്ഞർക്കും നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാഷണൽ എൻഡോമെൻറ്റ് ഫോർ ദ ആർട്സിൻ്റെ നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പും ആർക്ക് ലഭിച്ചിട്ടുണ്ട്? സക്കീർ ഹുസൈന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഹ്യൂമാനിറ്റീസ് കൗൺസിൽ ഹുസൈനെ ഓൾഡ് ഡൊമിനിയൻ ഫെലോ ആയി നാമകരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആരാണ്? പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി. അതാണ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഹ്യൂമാനിറ്റീസ് കൗൺസിൽ ഹുസൈനെ ഓൾഡ് ഡൊമിനിയൻ ഫെലോ ആയിട്ട് നാമകരണവും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്താണ്? സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസറായിട്ടും ആര് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്? സക്കീർ ഹുസൈൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പം എന്താണ്, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസറായിട്ടും സക്കീർ ഹുസൈൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പം മറ്റു പദവികളിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണ്, പരമ്പരാഗത കലാകാരന്മാർക്കും സംഗീതജ്ഞർക്കും നൽകി വരുന്ന ഏറ്റവും ഉയർന്ന അവാർഡായിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാഷണൽ എൻഡോമെൻറ്റ് ഫോർ ദ ആർട്സിൻ്റെ നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് ആർക്ക് ലഭിച്ചിട്ടുണ്ട്? സക്കീർ ഹുസൈന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഹ്യൂമാനിറ്റീസ് കൗൺസിൽ ഹുസൈനെ ഓൾഡ് ഡൊമിനിയൻ ഫെലോ ആയിട്ട് നാമകരണം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസറായിട്ടും ആര് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്? സക്കീർ ഹുസൈൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംഗീതജ്ഞരുമായി ചേർന്ന് ദി മാസ്റ്റേഴ്സ് ഓഫ് പെർക്യൂഷൻ എന്ന പേരിൽ ഒരു സംഘം ഇദ്ദേഹം രൂപീകരിക്കുകയും അതിനോടൊപ്പം ലോകം ചുറ്റി സഞ്ചരിക്കുകയും ആര് ചെയ്തിട്ടുണ്ട്? സക്കീർ ഹുസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംഗീതജ്ഞരുമായി ചേർന്ന് ദി മാസ്റ്റേഴ്സ് ഓഫ് പെർക്യൂഷൻ, എന്താണ് ആ പേര്? ദി മാസ്റ്റേഴ്സ് ഓഫ് പെർക്യൂഷൻ എന്നൊരു സംഘടന രൂപീകരിക്കുകയും അതിനോടൊപ്പം ലോകം ചുറ്റി സഞ്ചരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. കൂടാതെ 1973 എന്നാണ് 1973 ഹുസൈനും പ്രശസ്ത ഇംഗ്ലീഷ് ഗിറ്റാറിസ്റ്റ് ആയിട്ടുള്ള ജോൺ മക്ലാഫ്ലിനുമായി ചേർന്ന്, അപ്പം എന്താണ്, 1973 ഹുസൈനും പ്രശസ്ത ഇംഗ്ലീഷ് ഗിറ്റാറിസ്റ്റ് ആയിട്ടുള്ള ജോൺ മക്ലാഫ്ലിനുമായിട്ട് ചേർന്ന് ശക്തി എന്നൊരു ബാൻഡ് രൂപീകരിച്ചു. ആ ബാൻഡിൻ്റെ പേരെന്താണ്? ശക്തി. സോ വയലിനിസ്റ്റ് എൽ ശങ്കർ, അതുപോലെ തന്നെ DH വിനായക് റാമും ഒക്കെ എന്താണ്, ഈ പെർക്യൂഷനിസ്റ്റ് സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഹിന്ദുസ്ഥാനിയും കർണാടക ക്ലാസിക്കൽ സംഗീതവും പാശ്ചാത്യ ജാസ് ചേരുവകളും ചേർത്തതായിരുന്നു ഇവരുടെ സൃഷ്ടികൾ എന്ന് പറയുന്നത്. അപ്പം എന്താണ്, 1973 ഹുസൈനും പ്രശസ്ത ഇംഗ്ലീഷ് ഗിറ്റാറിസ്റ്റ് ആയിട്ടുള്ള ജോൺ മക്ലാഫ്ലിനുമായി ചേർന്ന് ശക്തി എന്നൊരു ബാൻഡ് രൂപീകരിച്ചിരുന്നു. അപ്പോൾ ഇവരെന്താണ് ശരിക്കും ചെയ്തിരുന്നത്? ഹിന്ദുസ്ഥാനിയും കർണാടക ക്ലാസിക്കൽ സംഗീതവും പാശ്ചാത്യ ജാസ് ചേരുവകളൊക്കെ ചേർത്ത് ഇണക്കിക്കൊണ്ടുള്ള സൃഷ്ടികളായിരുന്നു ഇവർ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അതുപോലെ 6 പതിറ്റാണ്ട് നീണ്ട കരിയറിൽ ജാസ്, റോക്കി, നാടോടി തുടങ്ങിയ നിരവധി വിഭാഗങ്ങളിൽ നിന്നുള്ളവരോടൊപ്പം ആര് പ്രവർത്തിച്ചിട്ടുണ്ട്? സക്കീർ ഹുസൈൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം എന്താണ്, 6 പതിറ്റാണ്ട് നീണ്ട ഇദ്ദേഹത്തിൻ്റെ കരിയറിൽ ജാസ്, റോക്കി, നാടോടി തുടങ്ങിയ നിരവധി വിഭാഗങ്ങളിൽ സക്കീർ ഹുസൈൻ ഇവരോടൊപ്പമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ ലക്ഷ്മികാന്ത് പ്യാരേലാലിൻ്റെ പരസമാനിക്ക് അതിന് വേണ്ടിയിട്ടാണ് തബല വായിച്ചിട്ടാണ് ഇദ്ദേഹം ആദ്യമായിട്ട് സിനിമയുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പം എന്താണ്, ലക്ഷ്മികാന്ത് പ്യാരേലാലിൻ്റെ, ആരാണ് പേര് ഓർത്തിരിക്കുക? ലക്ഷ്മികാന്ത് പ്യാരേലാലിൻ്റെ പരസ്മാനിക് എന്ന് പറഞ്ഞൊരു ഫിലിമിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് സിനിമയിൽ തബല വായിക്കുന്നത്. തുടർന്ന് ഇസ്മായിൽ മർച്ചൻറ്റിൻ്റെ മുഹാഫിസ്, പിന്നെ അപർണ സെന്നിൻ്റെ മിസ്റ്റർ ആൻഡ് മിസീസ് അയ്യർ, പിന്നെ രാഹുൽ ധോലിക്കയുടെ പർസാനിയ തുടങ്ങിയ ചിത്രങ്ങൾക്കൊക്കെ ആര് സംഗീതം നൽകിയിട്ടുണ്ട്? നമ്മുടെ സക്കീർ ഹുസൈൻ സംഗീതം നൽകിയിട്ടുണ്ട്. അപ്പം എന്താണ്, ലക്ഷ്മികാന്ത് പ്യാരേലാലിൻ്റെ പരസ്മാനിക്കിന് വേണ്ടിയിട്ടാണ് തബല വായിച്ച അദ്ദേഹം ആദ്യമായിട്ട് സിനിമയുമായിട്ട് പരിചയപ്പെടുന്നത്. കൂടാതെ ഇസ്മായിൽ മർച്ചൻസിൻ്റെ മുഹാഫിസ്, അപർണ സെന്നിൻ്റെ മിസ്റ്റർ ആൻഡ് മിസീസ് അയ്യർ, രാഹുൽ ധോലിക്കയുടെ പർസാനിയ തുടങ്ങിയ ചിത്രങ്ങൾക്കും ആര് സംഗീതം കൊടുത്തിട്ടുണ്ട്? സക്കീർ ഹുസൈൻ സംഗീതം കൊടുത്തിട്ടുണ്ട്. നസ്രീൻ മുൻകി കബീർ, എന്താണ്, നസ്രീൻ മുൻകി കബീർ ഇദ്ദേഹത്തിൻ്റെ 2016 മുതൽ 17 വരെയുള്ള 14ഓളം ഇൻ്റർവ്യൂസ് ഒക്കെ കോർത്തിണക്കി ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് സക്കീർ ഹുസൈൻ എ ലൈഫ് ഇൻ മ്യൂസിക് എന്ന് പറയുന്നത്. എന്താണ് സക്കീർ ഹുസൈൻ എ ലൈഫ് ഇൻ മ്യൂസിക് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് ആരാണ് കൊണ്ടുവന്നത്? നസ്രീൻ മുൻകി കബീർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 2016 മുതൽ 17 വരെയുള്ള 14ഓളം ഇൻ്റർവ്യൂസിലെ കണ്ടൻറ്റൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ സക്കീർ ഹുസൈൻ എ ലൈഫ് ഇൻ മ്യൂസിക് എന്ന് പറഞ്ഞൊരു പുസ്തകം ആരിറക്കിയത്? നസ്രീൻ മുൻകി കബീർ ഇറക്കിയത്. അപ്പോൾ 2018 പബ്ലിഷ്ഡായ ഈ പുസ്തകത്തിൽ, എന്നാണ് അത് പബ്ലിഷ് ആയത്? 2018. ഓക്കെ, അപ്പോൾ 2018 പബ്ലിഷ്ഡായ ഈ പുസ്തകത്തിൻ്റെ പേരെന്താണ്? സക്കീർ ഹുസൈൻ എ ലൈഫ് ഇൻ മ്യൂസിക്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ ഹുസൈൻ്റെ ചെറുപ്പം മുതലുള്ള ജീവിതവും പിന്നീട് തീവ്രമായിട്ടുള്ള പരിശീലനങ്ങളും ഒരു സംഗീതജ്ഞൻ എന്ന നിലയിലുള്ള വളർച്ചയുമാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നസ്രീൻ മുൻകി കബീർ ഇദ്ദേഹത്തിൻ്റെ 2016 മുതൽ 17 വരെയുള്ള 14ഓളം ഇൻ്റർവ്യൂസ് കോർത്തിണക്കി ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് സക്കീർ ഹുസൈൻ എ ലൈഫ് ഇൻ മ്യൂസിക് എന്ന് പറയുന്നത്. 2018 പബ്ലിഷ്ഡായ ഈ പുസ്തകത്തിൽ ഹുസൈൻ്റെ ചെറുപ്പം മുതലുള്ള ജീവിതവും തീവ്രമായ പരിശീലനങ്ങളും ഒരു സംഗീതജ്ഞൻ എന്ന നിലയിലുള്ള വളർച്ചയുമാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ഇതിവൃത്തം. പുസ്തകത്തിൻ്റെ പേരെന്താണ്? സക്കീർ ഹുസൈൻ എ ലൈഫ് ഇൻ മ്യൂസിക്.
മ്യൂസിക്. അത് കൊണ്ടുവന്നതാരാണ്? നസ്രീൻ മുൻകി കബീർ. കൂടാതെ ഹുസൈൻ തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം എവിടെയാണ് ജീവിച്ചത്? അമേരിക്കയിലാണ് ജീവിച്ചത്. എന്നിരുന്നാലും എല്ലാ വർഷവും ജന്മനാടായിട്ടുള്ള ഇന്ത്യയെ സന്ദർശിക്കുകയും ഇദ്ദേഹത്തിന് പതിവുണ്ടായിരുന്നു എന്ന് ഓർത്തിരിക്കുക. കൂടാതെ 18 വർഷത്തിലേറെയായി ഇദ്ദേഹത്തിൻ്റെ തബലകൾ നിർമ്മിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഹരിദാസ് ആർ വാട്ട്നർ എന്ന് പറയുന്നത്. അപ്പം എന്താണ്, 18 വർഷത്തിലേറെയായിട്ട് ഈ സക്കീർ ഹുസൈൻ്റെ തബലകൾ നിർമ്മിച്ചിരുന്നത് ആരായിരുന്നു? ഹരിദാസ് ആർ വാട്ട്നർ ആയിരുന്നു. ഓക്കെ, പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി സക്കീർ ഹുസൈനെ പറ്റി പറഞ്ഞിട്ടുള്ളൊരു സെൻറ്റൻസ് നമ്മൾ ഓർത്തിരിക്കണം. എന്താ പറഞ്ഞത്? ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച യഥാർത്ഥ പ്രതിഭ എന്നാണ് സക്കീർ ഹുസൈനെ പറ്റിയിട്ട് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച യഥാർത്ഥ പ്രതിഭ എന്ന് സക്കീർ ഹുസൈനെ പറ്റി പറഞ്ഞത് ആരാണ്? ശ്രീ നരേന്ദ്രമോദിയാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഇത്രയുമാണ് സക്കീർ ഹുസൈനുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള അടുത്തൊരു വ്യക്തിയാണ് ജോൺ ആൽഫ്രഡ് ടിന്നിസ്വുഡ്. എന്താണ്? ജോൺ ആൽഫ്രഡ് ടിന്നിസ്വുഡ്. അപ്പോൾ ഇദ്ദേഹം ആരാണെന്നും എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജനനം എന്നാണ് 1912 ഓഗസ്റ്റ് 26-നാണ്. എന്നാണ് 1912 ഓഗസ്റ്റ് 26-നാണ് ജോൺ ആൽഫ്രഡ് ടിന്നിസ്വുഡ് ജനിക്കുന്നത്. എവിടെയാണ്? ഇംഗ്ലണ്ടിലെ ലങ്കാഷെയറിലെ ലിവർപൂളിൽ. എന്താണ്? ഇംഗ്ലണ്ടിലെ ലങ്കാഷെയറിലെ ലിവർപൂളിലാണ് ജോൺ ആൽഫ്രഡ് ടിന്നിസ്വുഡ് 1912 ഓഗസ്റ്റ് 26-ന് ജനിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം മരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? 2024 നവംബർ 25-നാണ്. എന്നാണ് 2024 നവംബർ 25-നാണ് ഇദ്ദേഹം മരിക്കുന്നത്. അത് സൗത്ത് പോർട്ടിലെ ഒരു കെയർ ഹോമിൽ വെച്ചിട്ടാണ്. സൗത്ത് പോർട്ടിലെ ഒരു കെയർ ഹോമിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം മരിക്കുന്നത്. സോ ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയാണെന്ന് അറിയാമോ? 112 വയസ്സും 91 ദിവസവുമാണ്. എന്താണ്? 112 വയസ്സും 91 ദിവസവുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹമാണ് മരിച്ചുപോയത്. അപ്പം എന്നാണ് 2024 നവംബർ 25-ന് സൗത്ത് പോർട്ടിലെ ഒരു കെയർ ഹോമിൽ വെച്ചിട്ട് 112 വയസ്സും 91 ദിവസം ഉള്ളപ്പോഴാണ് ജോൺ ആൽഫ്രഡ് ടിന്നിസ്വുഡ് മരിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് സൂപ്പർ സെൻറ്റേറിയൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു ബ്രിട്ടീഷ് സൂപ്പർ സെൻറ്റേറിയൻ എന്നാണ് ജോൺ ആൽഫ്രഡ് ടിന്നിസ്വുഡ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ പേരാണ് ജോൺ ബെർണാഡ് ടിന്നിസ്വുഡ്. എന്താണ് ഫാദറിൻ്റെ പേര്? എന്താണ്? ജോൺ ബെർണാഡ് ടിന്നിസ്വുഡ്. അതുപോലെ മദറിൻ്റെ പേര് അഡാ ടിന്നിസ്വുഡ്. മദർ ആരാണ്? അഡാ ടിന്നിസ്വുഡ്. അതുപോലെ വൈഫിൻ്റെ പേരെന്താണ്? ബ്ലോഡ് വെൻ. എന്താണ്? ബ്ലോഡ് വെൻ. ഇപ്പം എന്താണ്? ജോൺ ആൽഫ്രഡ് ടിന്നിസ്വുഡ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സൂപ്പർ സെൻറ്റേറിയൻ ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു ജോൺ ആൽഫ്രഡ് ടിന്നിസ്വുഡ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ജനിക്കുന്നത് ഇംഗ്ലണ്ടിലെ ലങ്കാഷെയറിലെ ലിവർപൂളിലാണ്. ഇപ്പോൾ ലങ്കാഷെയർ ഇപ്പോൾ മേഴ്സിസൈഡ് എന്നാണ് അറിയപ്പെടുന്നത് ആ ഒരു സ്ഥലം. അപ്പോൾ ഇദ്ദേഹം 1912 ഓഗസ്റ്റ് 26-നാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹം മരണം എന്ന് പറയുന്നത് സൗത്ത് പോർട്ടിലെ ഒരു കെയർ ഹോമിൽ വെച്ച് 2024 നവംബർ 25-നാണ് ഇദ്ദേഹം മരിക്കുന്നത്. ഈ സമയത്ത് അദ്ദേഹത്തിന് 112 വയസ്സും 91 ദിവസവുമാണ് പ്രായമുണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് സൂപ്പർ സെൻറ്റേറിയൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഫാദർ ജോൺ ബെർണാഡ് ടിന്നിസ്വുഡും മദർ അഡാ ടിന്നിസ്വുഡാണ്. വൈഫ് ബ്ലോഡ് വെനും. അപ്പോൾ ജോൺ ആൽഫ്രഡ് ടിന്നിസ്വുഡ് ഒരു ആർമി മാനാണ്. ഓക്കെ, അപ്പോൾ അതാണ് ജോൺ ആൽഫ്രഡ് ടിന്നിസ്വുഡ് എന്ന് പറയുന്നത് ഒരു ആർമി മാനായിരുന്നു. അപ്പോൾ ആർമിയിൽ തന്നെ ഇദ്ദേഹം അക്കൗണ്ടൻ്റായിട്ടും അതുപോലെ തന്നെ ഓഡിറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം ഇദ്ദേഹം ഒരു പള്ളിയിൽ ഒരു വികാരിയായിട്ടൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അതാണ് ജോൺ ആൽഫ്രഡ് ടിന്നിസ്വുഡ് എന്ന് പറയുന്നത് ഒരു ആർമി മാനായിരുന്നു. ആർമിയിൽ തന്നെ അക്കൗണ്ടൻ്റായിട്ടും ഓഡിറ്ററായിട്ടൊക്കെ ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ റിട്ടയർമെൻറ്റിന് ശേഷം ഇദ്ദേഹം ഒരു പള്ളിയിൽ വികാരിയായിട്ടൊക്കെ വർക്ക് ചെയ്തു. അപ്പോൾ ഈ 2024 ജൂൺ 29-ന്, അപ്പോൾ വർഷം ഓർത്തിരിക്കുക, 2024 ജൂൺ 29-ന് ചൈനയിലെ 112 വയസ്സുള്ള ഷി പിങ്ങിൻ്റെ മരണം മുതൽ, അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിന് മുന്നേ, അതായത് ജോൺ ആൽഫ്രഡ് ടിന്നിസ്വുഡ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാകുന്നതിന് മുന്നേ ആരായിരുന്നു? ചൈനയിൽ 112 വയസ്സുള്ള ഷി പിങ് ആയിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന് പറയുന്നത്. ആരാണ്? ഷി പിങ്. ഇദ്ദേഹത്തിന് 112 വയസ്സായിരുന്നു പ്രായം. ചൈനയിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ എന്താണ് 2024 ജൂൺ 29-ന് ചൈനയിലെ 112 വയസ്സുള്ള ഷി പിങ്ങിൻ്റെ മരണം മുതൽ 2024 നവംബർ 25-ന് 112 വയസ്സും 91 ദിവസവും പ്രായമുള്ളപ്പോൾ അദ്ദേഹം മരിക്കുന്നത് വരെ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ജീവിച്ചിരുന്ന ആരായിരുന്നു വെച്ചാൽ ടിന്നിസ്വുഡാണ്. അപ്പോൾ എന്താണ് ടിന്നിസ്വുഡിന് മുന്നേ ഏറ്റവും പ്രായം കൂടിയ, ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന് പറയുന്നത് ചൈനയിൽ ജീവിച്ചിരുന്ന 112 വയസ്സുള്ള ഷി പിങ് ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹം 2024 ജൂൺ 29-ന് മരിച്ചു. അപ്പോൾ അതിനുശേഷം പിന്നെ ഉള്ളത് ആരാണ്? 112 വയസ്സും 91 ദിവസം പ്രായമുണ്ടായിരുന്ന നമ്മുടെ ജോൺ ആൽഫ്രഡ് ടിന്നിസ്വുഡ് ആണ്. പിന്നീട് എന്താണ് ലോകത്തിൽ ഏറ്റവും പ്രായം കൂടി ജീവിച്ചിരുന്ന മനുഷ്യൻ എന്ന വ്യക്തി പിന്നീട് ടിന്നിസ്വുഡ് ആവുകയാണ് ചെയ്തിരുന്നത്.
അപ്പോൾ ഇദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പുരുഷ രണ്ടാം ലോക മഹായുദ്ധ സൈനികനെന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഇദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പുരുഷ രണ്ടാം ലോക മഹായുദ്ധ സൈനികനെന്നും അറിയപ്പെട്ടിരുന്നു. കൂടാതെ ഈ ഇദ്ദേഹം ജനിച്ച ഒരു ഡേറ്റ് ഉണ്ടല്ലോ, 1912 ഓഗസ്റ്റ് 26 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ടൈറ്റാനിക് മുങ്ങിയ വർഷമാണത്. അപ്പോൾ ടൈറ്റാനിക് മുങ്ങിയ വർഷമായിട്ടുള്ള 1912 ഓഗസ്റ്റ് 26 ജനിച്ച ടിന്നിസ് വുഡ് 2020 UK ഏറ്റവും പ്രായം കൂടിയ പുരുഷനാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, 2020 UK ഏറ്റവും പ്രായം കൂടിയ പുരുഷനായി മാറിയത് ആരാണ്? ടിന്നിസ് വുഡ് ആണ്. ഇദ്ദേഹം ടൈറ്റാനിക് മുങ്ങിയ അതേ വർഷം എന്നാണ് 1912 ഓഗസ്റ്റ് 26 ജനിച്ചതെന്ന് ഓർത്തിരിക്കുക. കൂടാതെ തൻ്റെ 109ാമത്തെയും 111ാമത്തെയും ജന്മദിനത്തിൽ അദ്ദേഹം ചില ഇൻ്റർവ്യൂസ് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. സോ ഇദ്ദേഹത്തിൻ്റെ ദീർഘായുസിൻ്റെ താക്കോൽ അല്ലെങ്കിൽ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ആൻസർ എന്ന് പറയുന്നത് ഇദ്ദേഹം മിതത്വം അല്ലെങ്കിൽ മോഡറേഷൻ എന്നാണ് ഇദ്ദേഹം അതിന് ആൻസർ ആയിട്ട് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം മിതത്വം അല്ലെങ്കിൽ മോഡറേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അദ്ദേഹം എപ്പോഴും വെച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാരണമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രഹസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പം എന്താണ്, ഇദ്ദേഹം ഒരു ആർമി മാനാണ്. ആർമിയിൽ തന്നെ അക്കൗണ്ടൻ്റായിട്ടും ഓഡിറ്ററായിട്ടൊക്കെ ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. റിട്ടയർമെൻറ്റിന് ശേഷം ഒരു പള്ളിയിൽ വികാരിയായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നു. കൂടാതെ 2024 ജൂൺ 29 ചൈനയിലെ 112 വയസ്സുള്ള ഷീ പിങ്ങിൻ്റെ മരണത്തിന് ശേഷം പിന്നെ ഇങ്ങോട്ട് ആരായിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന് പറയുന്നത്, ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന് പറയുന്നത് ജോൺ ആൽഫ്രഡ് ടിന്നിസ് വുഡ് ആണ്. അപ്പോൾ ഇദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പുരുഷ രണ്ടാം ലോക മഹായുദ്ധ സൈനികനെന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ടൈറ്റാനിക് മുങ്ങിയ അതേ വർഷം 1912 ഓഗസ്റ്റ് 26 ജനിച്ച ടിന്നിസ് വുഡ് 2020 UK ഏറ്റവും പ്രായം കൂടിയ പുരുഷനായിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ രഹസ്യം, ഇതിൻ്റെയൊക്കെ രഹസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്, മിതത്വം അല്ലെങ്കിൽ മോഡറേഷൻ ആണെന്നും 2024 ഏപ്രിൽ 2 എന്നാണ് 2024 ഏപ്രിൽ 2 വെനിസ്വേലയിലെ 114 വയസ്സുള്ള ജുവാൻ വിസെൻ്റെ, ഇപ്പം എന്താണ്, ജുവാൻ വിസെൻ്റെ പെരസിൻ്റെ മരണശേഷം ടിന്നിസ് വുഡ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനായി പ്രഖ്യാപിക്കുകയും 2 ദിവസത്തിന് ശേഷം ഗിന്നസ് വേൾഡ് റെക്കോർഡിന് അംഗീകാരം നേടുകയും ചെയ്തു. അപ്പം എന്താണ്, 2024 ഏപ്രിൽ 2 2024 ഏപ്രിൽ 2 വെനിസ്വേലയിലെ 114 വയസ്സുള്ള ജുവാൻ വിസെൻ്റെ പെരസിൻ്റെ മരണശേഷം, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, ജുവാൻ വിസെൻ്റെ പെരസിൻ്റെ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് 114 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹം വെനസ്വേലക്കാരനായിരുന്നു. ഇദ്ദേഹം 2024 ഏപ്രിൽ 2 മരണമടഞ്ഞതിന് ശേഷം ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിട്ട് മാറിയത് ആരാണ്, മാറിയതിൻ്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചത് ആർക്കാണ്, നമ്മുടെ ടിന്നിസ് വുഡിനാണെന്ന് ഓർത്തിരിക്കുക. കൂടാതെ 2024 ഇദ്ദേഹത്തിൻ്റെ മരണശേഷം, 2024 നമ്മുടെ ടിന്നിസ് വുഡ് മരിച്ചതിന് ശേഷം ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി മാറുന്നത് ആരാണ്, ജോവോ മരിൻഹോയാണ്. 112 വയസ്സുള്ള ജോവോ മരിൻഹോ നെറ്റോ. അപ്പോൾ എന്നാണ് 2024 ഇദ്ദേഹത്തിൻ്റെ ടിന്നിസ് വുഡിൻ്റെ മരണശേഷം 112 വയസ്സുള്ള ജോവോ മരിൻഹോ നെറ്റോയാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനായിട്ട് മാറുന്നത്. അപ്പോൾ ഇതുവരെയുള്ള രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും പ്രായം കൂടിയ പുരുഷനെ ആരാണെന്ന് അറിയാമോ, ജപ്പാനിൽ നിന്നുള്ള ജിറോമൻ കിമുറയാണ്. അപ്പം എന്താണ്, ജപ്പാനിൽ നിന്നുള്ള ജിറോമൻ കിമുറയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രായം കൂടിയ പുരുഷൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടായിരുന്നു അറിയോ, 116 വർഷവും 54 ദിവസവുമാണ് അദ്ദേഹം ജീവിച്ചത്. 116 വർഷവും 54 ദിവസവും ജീവിച്ച ജിറോമൻ കിമുറയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രായം കൂടിയ പുരുഷൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം ജപ്പാൻകാരനാണ്. 2013 ഇദ്ദേഹം മരിക്കുന്നതെന്നും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ഇത്രയും പറഞ്ഞത്, 2024 ഏപ്രിൽ 2 വെനിസ്വേലയിലെ 114 വയസ്സുള്ള ജുവാൻ വിസെൻ്റെ പെരസിൻ്റെ മരണത്തിന് ശേഷം ടിന്നിസ് വുഡ് എന്ത് ചെയ്തു, ലോകത്തിലെ പ്രായം കൂടിയ മനുഷ്യനായിട്ട് എന്ത് ചെയ്തോളൂ, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നു. അതിനുശേഷം 2024 നമ്മുടെ ടിന്നിസ് വുഡ് മരിക്കുന്നു. എന്നാണ്, നവംബർ 25 2024 ജോൺ ആൽഫ്രഡ് ടിന്നിസ് വുഡ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും 112 വയസ്സുള്ള ജോവോ മരിൻഹോ നെറ്റോ എന്ത് ചെയ്തു, ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനായിട്ട് ഇപ്പോൾ നിലവിലുണ്ട്. കൂടാതെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രായം കൂടിയ പുരുഷൻ ഏതാണ്, ജപ്പാനിൽ നിന്നുള്ള ജിറോമൻ കിമുറയാണ്. ഇദ്ദേഹത്തിന് 116 വർഷവും 54 ദിവസവുമാണ് ഇദ്ദേഹം ജീവിച്ചത്. 2013 ഇദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇത്രയുമാണ് നമുക്ക് ജോൺ ആൽഫ്രഡ് ടിന്നിസ് വുഡിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മോഹൻ രാജ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പറ്റിയാണ്. മോഹൻ രാജ്. അപ്പോൾ മോഹൻ രാജ് എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പം അറിയണം എന്നില്ല. അപ്പം ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് കീരിക്കാടൻ ജോസ് എന്നുള്ള പേരിലാണ്. ഓക്കെ, ഇപ്പോൾ കീരിക്കാടൻ ജോസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന
അറിയപ്പെടുന്ന മോഹൻരാജിൻ്റെ ജനനം എന്നാണെന്ന് അറിയോ? 1955 നവംബർ 13-നാണ്. 1955 നവംബർ 13-ന് തിരുവനന്തപുരത്തെ കാഞ്ഞിരംകുളത്ത് ജനിച്ച മോഹൻരാജിൻ്റെ മറ്റൊരു പേരെന്താണ്? കീരിക്കാടൻ ജോസഫ്. ഇദ്ദേഹം എന്നാണ് മരിക്കുന്നത്? 69-ാമത്തെ വയസ്സിൽ. ഇദ്ദേഹത്തിൻ്റെ 69-ാമത്തെ വയസ്സിൽ 2024 ഒക്ടോബർ 3-നാണ്. 2024 ഒക്ടോബർ 3-ന് 69-ാമത്തെ വയസ്സിലാണ് മോഹൻരാജ് മരിക്കുന്നത്. ഇദ്ദേഹത്തിന് പാർക്കിൻസൺ രോഗം ഉണ്ടായിരുന്നതായിട്ടും പറയുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന് പാർക്കിൻസൺ രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ നടനും കൂടാതെ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ കൂടിയായിരുന്നു. എന്താണ്? ഇന്ത്യൻ നടനും ഒരു എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറും കൂടിയായിട്ടുള്ള മോഹൻരാജ് ഏകദേശം 300-ലധികം ചിത്രങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. മലയാളം, തെലുങ്ക്, തമിഴ് ചിത്രങ്ങളിലുമായിട്ടും അതുപോലെ 2 ജാപ്പനീസ് ചിത്രങ്ങളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഏകദേശം 300-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്? മോഹൻരാജ് അഭിനയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഫാദർ സുകുമാരൻ നാടാറാണ്. ഇദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ പേരെന്താണ്? സുകുമാരൻ നാടാർ. മദറാണ് പങ്കജാക്ഷി. വൈഫ് ആരാണ്? ഉഷയാണ്. അപ്പം എന്താണ്? മോഹൻരാജിൻ്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പേര് കീരിക്കാടൻ ജോസ് എന്നുള്ള പേര് തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ജനനം തിരുവനന്തപുരത്തെ കാഞ്ഞിരംകുളത്ത് 1955 നവംബർ 13-നാണ്. ഇദ്ദേഹം മരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ 69-ാമത്തെ വയസ്സിൽ 2024 ഒക്ടോബർ 3-നാണ്. ഇദ്ദേഹത്തിന് പാർക്കിൻസൺ രോഗം ഉണ്ടായിരുന്നതായിട്ടും സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു ഇന്ത്യൻ നടനും കൂടാതെ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറും കൂടിയായിരുന്നു. മലയാളം, തെലുങ്ക്, തമിഴ് ചിത്രങ്ങളിലും അതുപോലെ തന്നെ 2 ജാപ്പനീസ് ചിത്രങ്ങളിലുമായിട്ട് ഏകദേശം 300-ലധികം ചിത്രങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് സുകുമാരൻ നാടാറും മാതാവ് പങ്കജാക്ഷിയും വൈഫ് ആരാണ്? ഉഷയുമാണ്. ഇദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ ചിത്രമായിരുന്നു 1988 പുറത്തിറങ്ങിയ മൂന്നാം മുറ. എന്താണ്? 1988 ഇറങ്ങിയ മൂന്നാം മുറ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മോഹൻരാജിൻ്റെ അരങ്ങേറ്റം എന്ന് പറയുന്നത്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം എന്താണെന്ന് അറിയോ? 2022 മമ്മൂട്ടിയുടെ റോഷാക്ക് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു മോഹൻരാജിൻ്റെ അവസാന ചിത്രം. അപ്പം എന്താണ്? 1988 പുറത്തിറങ്ങിയ മൂന്നാം മുറ എന്ന ചിത്രമാണ് മോഹൻരാജിൻ്റെ അരങ്ങേറ്റ ചിത്രം. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം ഏതാണ്? 2022 മമ്മൂട്ടിയുടെ റോഷാക്ക് എന്ന് പറഞ്ഞ ചിത്രവുമായിരുന്നു. കൂടാതെ സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസിൽ ഇദ്ദേഹം 2 വർഷം ജോലി ചെയ്തിരുന്നു. അപ്പം എന്താണ്? സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസിൽ ഇദ്ദേഹം 2 വർഷം ജോലി ചെയ്തിരുന്നു. കൂടാതെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്സിലും ഇദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. എന്താണ്? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്സിൽ അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറായി വർക്ക് ചെയ്തിരുന്ന സമയത്താണ് 1989 കിരീടം എന്ന സിനിമ പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെതായിട്ട് കിരീടം എന്ന സിനിമ 1989 പുറത്തിറങ്ങിയിരുന്നു. ഈ സമയത്ത് അദ്ദേഹം എന്താണ്? വർക്ക് ചെയ്യുകയായിരുന്നു. അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്സിൽ അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറായിട്ട് ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു. പക്ഷേ ഒരു സംഭവിച്ചതെന്ന് വെച്ചാൽ ഇദ്ദേഹം അവരുടെ അനുവാദമില്ലാതെ അഭിനയിച്ചതിനാൽ ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും തുടർന്ന് 20 വർഷത്തെ നീണ്ട നിയമ പോരാട്ടത്തിലൂടെ 2010 അദ്ദേഹത്തെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്താണ്? ഇതിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്താണ്? സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസിൽ ഇദ്ദേഹം 2 വർഷം ജോലി ചെയ്തിരുന്നു. അതിനുശേഷം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്സിൽ അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്താണ് 1989 കിരീടം എന്ന സിനിമയിൽ ഇദ്ദേഹം അഭിനയിക്കുകയും അത് പുറത്തിറങ്ങുകയും ചെയ്യുന്നത്. അപ്പം ഇത് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനുവാദമില്ലാതെ അഭിനയിച്ചതിനാൽ സർവീസിൽ നിന്നും ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും തുടർന്ന് 20 വർഷത്തെ നീണ്ട നിയമ പോരാട്ടത്തിലൂടെയാണ് ഇദ്ദേഹം 2010 പുനഃസ്ഥാപിക്കപ്പെടുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക്. എന്നിട്ട് 2015 ഇദ്ദേഹം സ്വമേധയാ ഇദ്ദേഹം വിരമിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു സംഭവം കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നതായിട്ടും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ആരെ പറ്റിയിട്ടാണെന്നറിയോ? രത്തൻ ടാറ്റയെ പറ്റിയാണ്. ഇതിനെ രത്തൻ ടാറ്റയെ പറ്റിയിട്ടാണ് നമുക്കിനി നെക്സ്റ്റ് പറയാനുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് രത്തൻ നാവൽ ടാറ്റ എന്നാണ്. രത്തൻ നാവൽ ടാറ്റ എന്നാണ് രത്തൻ ടാറ്റയുടെ പേര്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജനനം മുംബൈയിലാണ്. മുംബൈയിൽ 1937 ഡിസംബർ 28-നാണ് രത്തൻ ടാറ്റ ജനിക്കുന്നത്. അപ്പോൾ എന്താണ്? മുംബൈയിൽ 1937 ഡിസംബർ 28-നാണ് രത്തൻ ടാറ്റ ജനിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് 2024 ഒക്ടോബർ 9-നാണ്. ഓക്കെ, ഇപ്പോൾ 2024 ഒക്ടോബർ 9-നാണ് ആര് മരിക്കുന്നത്? രത്തൻ ടാറ്റ മരിക്കുന്നത്. ഇദ്ദേഹം അവിവാഹിതനായിരുന്നു. അതും കൂടെ ഓർത്തിരിക്കുക, ഇദ്ദേഹം അവിവാഹിതനായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാദറാണ് നേവൽ ടാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? നോയൽ നാവൽ ടാറ്റ എന്നാണ് രത്തൻ ടാറ്റയുടെ ഫാദറിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ മദർ ആരാണ്? സുനി ടാറ്റയാണ്. സുനി ടാറ്റ. സോ അപ്പോൾ രത്തൻ ടാറ്റയുടെ 10ാം വയസ്സിലാണ്. അപ്പോൾ രത്തൻ ടാറ്റയ്ക്ക് 10 വയസ്സുള്ളപ്പോൾ എന്ത് ചെയ്തു? മാതാപിതാക്കളായിട്ടുള്ള നേവൽ ടാറ്റയും സുനി ടാറ്റയും വേർപിരിഞ്ഞു. അപ്പോൾ അതിനാൽ മുത്തശ്ശിയായിട്ടുള്ള നവജുഭായ് ടാറ്റയാണ് ഇദ്ദേഹത്തിനെ വളർത്തുകയൊക്കെ ചെയ്തത്. നവജുഭായ് ടാറ്റയാണ് ഇദ്ദേഹത്തിന് 10 വയസ്സിന് ശേഷം
രത്തൻ ടാറ്റയെ വളർത്തിയിരുന്നത്. അപ്പം എന്താണ് രത്തൻ ടാറ്റയുടെ ജനനം എന്നാണ് 1937 ഡിസംബർ 28-നാണ് മുംബൈയിലാണ് രത്തൻ ടാറ്റ ജനിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മരണം 2024 ഒക്ടോബർ 9-നാണ്. ഇദ്ദേഹം അവിവാഹിതനായിരുന്നുവെന്ന് ഓർത്തിരിക്കുക. ഇദ്ദേഹത്തിൻ്റെ ഫാദർ നേവൽ ടാറ്റയും മദർ സുനി ടാറ്റയുമാണ്. അപ്പോൾ രത്തൻ ടാറ്റയുടെ 10-ാം വയസ്സിൽ ഈ മാതാപിതാക്കൾ വേർപിരിഞ്ഞതിനാൽ മുത്തശ്ശിയായ നവജുഭായ് ടാറ്റയാണ് വളർത്തിയതെന്നും നമുക്കൊന്ന് ഓർത്തിരിക്കണം. ടാറ്റ സൺസിൻ്റെയും ടാറ്റ ഗ്രൂപ്പിൻ്റെയും ചെയർമാനായിരുന്ന രത്തൻ ടാറ്റ പ്രധാന ടാറ്റ കമ്പനീസ് ആയിട്ടുള്ള ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടേഴ്സ്, ടാറ്റ പവർ, ടാറ്റ കൺസൾട്ടൻസി സർവീസ്, ടാറ്റ ടീ, ടാറ്റ കെമിക്കൽസ്, ടാറ്റ ടെലി സർവീസസ്, ദ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി തുടങ്ങിയവയുടെയൊക്കെ ചെയർമാനായിരുന്നു. ആരുടെയൊക്കെയാണ്? അപ്പോൾ ടാറ്റ സൺസിൻ്റെയും ടാറ്റ ഗ്രൂപ്പിൻ്റെയും ചെയർമാനായിരുന്നു രത്തൻ ടാറ്റ എന്ന് നമുക്കറിയാം. കൂടാതെ ഇദ്ദേഹം പ്രധാന ടാറ്റ കമ്പനീസ് ആയിട്ടുള്ള ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടേഴ്സ്, ടാറ്റ പവർ, ടാറ്റ കൺസൾട്ടൻസി സർവീസുകൾ, പിന്നെ ടാറ്റ ടീ, ടാറ്റ കെമിക്കൽസ്, പിന്നെ ടാറ്റ ടെലി സർവീസസ്, ദ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി തുടങ്ങിയവയുടെയൊക്കെ ചെയർമാനായിട്ട് ആര് പ്രവർത്തിച്ചിരുന്നു? രത്തൻ ടാറ്റ എന്ന് പറയുന്ന രത്തൻ നാവൽ ടാറ്റ പ്രവർത്തിച്ചിരുന്നു. 1962 ഏതാണ് ഡേറ്റ്? 1962 അമേരിക്കയിലെ കോർണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നിട്ട് ആർക്കിടെക്ചറിൽ നിന്നും BSc ഡിഗ്രി നേടി. ആരാണ്? നമ്മുടെ രത്തൻ ടാറ്റ. എന്നിട്ടാണ് അദ്ദേഹം ടാറ്റ ഗ്രൂപ്പിൽ ചേരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഏറ്റവും താഴത്തെ സ്കെയിൽ മുതൽ ജോലി ചെയ്ത് വളർന്നാണ് എന്താണ് ഈ ഒരു ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തിയതെന്നും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് 1962 അമേരിക്കയിലെ കോർണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആർക്കിടെക്ചറിൽ BSc ഡിഗ്രി നേടിയ ഇദ്ദേഹം ടാറ്റ ഗ്രൂപ്പിൻ്റെ ഏറ്റവും ചെറിയ സ്കെയിലിൽ ജോലി ചെയ്ത് തുടങ്ങി എന്താണ് ഏറ്റവും ഉയർന്ന നിലയിൽ ചെയർമാൻ സ്ഥാനം വരെ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആരുടെ എന്ന് പറയുന്നത്? രത്തൻ നാവൽ ടാറ്റ അല്ലെങ്കിൽ രത്തൻ ടാറ്റയുടെ എന്ന് പറയുന്നത്. അപ്പോൾ 1991 എന്താണ് 1991 ജഹാംഗീർ രത്തൻജി ദാദോഭായ് ടാറ്റ എന്ന JRD ടാറ്റ. അപ്പോൾ JRD ടാറ്റയുടെ ഫുൾ ഫോം എന്താണ്? ജഹാംഗീർ രത്തൻജി ദാദോഭായ് ടാറ്റ എന്ന JRD ടാറ്റയുടെ പിൻഗാമിയായിട്ട് 1981 ടാറ്റ ഗ്രൂപ്പിൻ്റെ 5-ാമത്തെ ചെയർമാൻ പദവിയിലെത്തിയ വ്യക്തിയായിരുന്നു ആര്? രത്തൻ ടാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ചെയർമാനായ ശേഷം ഇതിൻ്റെ വളർച്ച 40 മടങ്ങും ലാഭം 50 മടങ്ങുമായിട്ട് ഉയരുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ എന്താണ് 1991 ജഹാംഗീർ രത്തൻജി ദാദോഭായ് ടാറ്റ എന്ന JRD ടാറ്റയുടെ പിൻഗാമിയായിട്ട് 1981 ടാറ്റ ഗ്രൂപ്പിൻ്റെ 5-ാമത്തെ ചെയർമാൻ പദവിയിലെത്തിയ വ്യക്തിയായ രത്തൻ ടാറ്റ എന്ത് ചെയ്തു? ഈ ഒരു ചെയർമാൻ പദവിയിലെത്തിയതിന് ശേഷം ഈ ഒരു സാമ്രാജ്യത്തിൻ്റെ വളർച്ച 40 മടങ്ങും ലാഭം 50 മടങ്ങുമായിട്ട് ഉയരുകയാണ് ചെയ്തത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ എന്താണ് ടാറ്റ ഗ്രൂപ്പ് നിരവധി കമ്പനീസിനെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് അതുവഴി പുത്തൻ മേഖലകളിലോട്ടൊക്കെ ടാറ്റ ഗ്രൂപ്പ് എന്ത് ചെയ്തു? പടവുകൾ ചവിട്ടി കയറുകയും ചെയ്തു. ഇപ്പോൾ ബ്രിട്ടീഷ് കമ്പനി അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്? ഇദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ടാറ്റ ഗ്രൂപ്പ് നിരവധി കമ്പനീസിനെ ഏറ്റെടുക്കുകയും അതുവഴി പുത്തൻ മേഖലകളിലേക്കും ടാറ്റ ഗ്രൂപ്പ് എന്ത് ചെയ്തു? പടവുകൾ ചവിട്ടി കയറി. അപ്പോൾ ബ്രിട്ടീഷ് കമ്പനി അടക്കം എന്ത് ചെയ്തു? ഈ ഒരു ഏറ്റെടുത്ത ഇതിനകത്തുണ്ടായിരുന്നു. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ കാറുകളായ ഇൻഡിക്കയും നാനോയും ടാറ്റ മോട്ടോഴ്സ് പുറത്തിറക്കിയത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ കാറുകളായ ഇൻഡിക്കയും നാനോയും ടാറ്റ മോട്ടോഴ്സ് പുറത്തിറക്കിയത്. അപ്പോൾ നാനോയ്ക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വിലക്കുറവുള്ള കാർ എന്ന ഖ്യാതിയും ഇതിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നാനോയ്ക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വിലക്കുറവുള്ള കാർ എന്ന ഖ്യാതിയും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വിദേശ കമ്പനീസ് ഏറ്റെടുത്ത് ടാറ്റയുടെ വ്യവസായ സാമ്രാജ്യം ആഗോള വ്യാപകമായി വിപുലീകരിക്കാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു. എന്താണ് വിദേശ കമ്പനീസ് ഏറ്റെടുത്ത് ടാറ്റയുടെ വ്യവസായ സാമ്രാജ്യം ആഗോള വ്യാപകമായി വിപുലീകരിക്കാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ വ്യാവസായിക വാണിജ്യ മേഖലയുടെ വളർച്ചയിൽ ടാറ്റ ഗ്രൂപ്പ് ഒരു നെടും തൂണായിരുന്നു. അപ്പം എന്താണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ വ്യാവസായിക വാണിജ്യ മേഖലയുടെയൊക്കെ വളർച്ചയിൽ ടാറ്റ ഗ്രൂപ്പ് എങ്ങനെയായിരുന്നു? ഒരു നെടും തൂണായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ വ്യവസായിയും മനുഷ്യസ്നേഹിയുമായിരുന്ന രത്തൻ ടാറ്റ ഗ്രൂപ്പിൻ്റെ സമ്പത്തിൽ വലിയൊരു വിഹിതം മാനവക്ഷേമം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ടും മാറ്റിവെച്ചിരുന്നു. അപ്പോൾ എന്താണ് ഇന്ത്യൻ വ്യവസായിയും മനുഷ്യസ്നേഹിയുമായ രത്തൻ ടാറ്റ ഗ്രൂപ്പിൻ്റെ സമ്പത്തിൽ വലിയൊരു വിഹിതം എന്തിനു വേണ്ടി മാറ്റിവെച്ചു? മാനവക്ഷേമത്തിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമായിട്ടൊക്കെ ഇദ്ദേഹം മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ കോവിഡ് കാലത്ത് പോലും ഇദ്ദേഹം 500 കോടി രൂപയാണ് സംഭാവന ചെയ്തത്. എന്താണ് കോവിഡ് കാലത്ത് ഇദ്ദേഹം 500 കോടി രൂപയാണ് സംഭാവന ചെയ്തതെന്നും ഓർത്തിരിക്കുക.
ഇദ്ദേഹത്തിന് ലഭിച്ച പ്രധാനപ്പെട്ട അവാർഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, ഇഷ്ടംപോലെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് മാത്രം നമുക്ക് നോക്കാം. അതിൽ 2000 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2000 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2006 അദ്ദേഹത്തിന് മഹാരാഷ്ട്ര ഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മഹാരാഷ്ട്രയിലെ പൊതുഭരണത്തിലെ പ്രവർത്തനത്തിനൊക്കെയാണ് അദ്ദേഹത്തിന് മഹാരാഷ്ട്ര ഭൂഷൺ അവാർഡ് 2006 കൊടുത്തത്. അതുപോലെ 2008 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാണ് 2008 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് ഈ പത്മവിഭൂഷൺ എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിന് 2008 ലഭിച്ചത്. അതുപോലെ തന്നെ 2021 അദ്ദേഹത്തിന് അസം വൈഭവ് എന്ന് പറഞ്ഞൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നാണ് 2021 അസം വൈഭവ് എന്ന് പറഞ്ഞ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ആസാമിലെ ക്യാൻസർ പരിചരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ളൊരു സംഭാവനയ്ക്കായിട്ട് കിട്ടിയ ഒരു അവാർഡാണ്. അപ്പോൾ എന്താണ്, ആസാമിലെ ക്യാൻസർ പരിചരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് സംഭാവന ചെയ്തതിന് അദ്ദേഹത്തിന് കിട്ടിയൊരു അവാർഡാണ് അസം വൈഭവ്. ഇത് 2021 അദ്ദേഹത്തിന് ലഭിച്ചത്. അതുപോലെ 2022 ഇദ്ദേഹത്തിന് UK's നൈറ്റ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് UK's നൈറ്റ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനുമാണ് ആരെന്ന് പറയുന്നത് രത്തൻ ടാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും അവാർഡിൽ ഒതുങ്ങുന്നില്ല, ഇഷ്ടംപോലെ അവാർഡ്സ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. സോ ഇത്രയും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. അപ്പോൾ എന്താണ്, 2000 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്, 2006 മഹാരാഷ്ട്ര ഭൂഷൺ, അതുപോലെ 2008 പത്മവിഭൂഷൺ, 2021 അസം വൈഭവ്, 2022 UK's നൈറ്റ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. രത്തൻ ടാറ്റയുടെ ഒരു ഓട്ടോബയോഗ്രഫിയാണ്. അപ്പോൾ അതാണ് രത്തൻ ടാറ്റയുടെ ഓട്ടോബയോഗ്രഫിയാണ് രത്തൻ ടാറ്റ എ ലൈഫ് എന്നുള്ളത്. അപ്പോൾ അതാണ് രത്തൻ ടാറ്റയുടെ ഓട്ടോബയോഗ്രഫി ഏതാണ്? രത്തൻ ടാറ്റ എ ലൈഫ് എന്നതാണ്. അപ്പോൾ ഇത് എഴുതിയത് ആരാണ്? തോമസ് മാത്യു ആണ്. അപ്പോൾ തോമസ് മാത്യു എഴുതിയ രത്തൻ ടാറ്റ എ ലൈഫ് എന്നുള്ളത് രത്തൻ ടാറ്റയുടെ ഓട്ടോബയോഗ്രഫിയാണ്. അതുപോലെ തന്നെ രത്തൻ ടാറ്റ എ കംപ്ലീറ്റ് ബയോഗ്രഫി എന്നുള്ളത് ആരെഴുതിയതാണ്? AK ഗാന്ധി എഴുതിയതാണ്. അപ്പോൾ എന്താണ്, രത്തൻ ടാറ്റ എ കംപ്ലീറ്റ് ബയോഗ്രഫി എന്നുള്ള പുസ്തകം ആരെഴുതിയതാണ്? AK ഗാന്ധി എഴുതിയതാണെന്നും ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 2024 നമുക്ക് നഷ്ടപ്പെട്ടു പോയ 4 വ്യക്തിത്വങ്ങളെ പറ്റിയും അവരുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളുമാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇവിടെയും തീരുന്നില്ല. സോ ബാക്കി ഇൻഫർമേഷൻസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. സോ വീഡിയോ ഇൻഫർമേറ്റീവും ഇൻട്രസ്റ്റിംഗുമായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.